ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ മുമ്പാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു ക്യാൻറ്റീനിൽ കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ പറയുന്ന ഒരു സ്ഥലം എന്താണ് അമ്മാവൻ പാറ. നമ്മളിവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു, എന്നിട്ട് ചായ കുടിച്ചു, നേരെ നമ്മൾ ഇറങ്ങി. ഇത് SUT ഹോസ്പിറ്റലാണ്, തിരുവനന്തപുരം. നമ്മുടെ വട്ടപ്പാറ, നെടുമങ്ങാടിനും വട്ടപ്പാറ തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള വേങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള SUT ഹോസ്പിറ്റൽ വട്ടപ്പാറ. ഓക്കെ, അപ്പോൾ ഈ വട്ടപ്പാറ ഹോസ്പിറ്റലിനകത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യത്തിൻ്റെ അവിടെയൊക്കെ ഒരുപാട് പാറകൾ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊണ്ട് നേരെ നമ്മുടെ വഴിയിലേക്ക് കടന്നു. എവിടെയാണ്? അമ്മാവൻ പാറ, നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള അമ്മാവൻ പാറ. ഇത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അറിയപ്പെടാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കാം എന്ന് എനിക്ക് തോന്നി കേട്ടോ. സോഷ്യൽ മീഡിയകളിലൂടെയും ബ്ലോഗർമാരിലൂടെയും മാത്രം തിരിച്ചറിയപ്പെടുന്ന ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിരവധിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അല്ലേ? പ്രാദേശികമായി മാത്രം അറിയപ്പെടുന്ന ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ നെടുമങ്ങാട് വേങ്ങോടുള്ള അമ്മാവൻ പാറ. വളരെ മനോഹരമായ യാത്രാനുഭവങ്ങളും കാഴ്ചകളും സമ്മാനിച്ച ഒരിടം തന്നെയായിരുന്നു എനിക്കിത് എന്ന് പറഞ്ഞാൽ ഈ അമ്മാവൻ പാറ, അല്ലേ? ഈ പാറയ്ക്ക് മുകളിൽ പണ്ട് ധ്യാനത്തിന് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും ഒക്കെ എത്തിയിരുന്നു എന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. അത്രയും മനോഹരവും സമാധാനപരവുമായിരുന്നു. ഞാൻ ഇത് മുകളിൽ വന്നപ്പോഴത്തേക്ക് എനിക്കും ഒരു ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ സമാധാനപരമായിട്ടുള്ള വളരെ നല്ലൊരു എന്താണ്, അതെ, ഒരു അന്തരീക്ഷം ഫ്രണ്ടില്. അതെ, നമ്മളിതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് SUT ഹോസ്പിറ്റലാണ്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു ശബ്ദമോ ഒന്നും നമ്മുടെ ഇതിൽ പ്രതിധ്വനിക്കുന്നില്ല. അത്രയും മനോഹരമാണ് നമ്മുടെ അമ്മാവൻ പാറ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പാറ മുകളിൽ ഒരു അമ്പലമുണ്ട് കേട്ടോ. അത് ഞാൻ കാണാൻ കഴിഞ്ഞു, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്പലം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു വശത്ത് കടലിൻ്റെ ഭംഗിയും മറുവശത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ വിദൂര ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അത് കൂട്ടത്തിൽ നമ്മുടെ SUTയുടെ താഴ്ഭാഗവും SUTയുടെ അതെ പാർക്കിംഗ് സൗകര്യവും, പിന്നെ അതുകൂടാതെ തന്നെ SUTയുടെ നമ്മുടെ എന്താണ് കുട്ടികൾക്കായിട്ടുള്ള ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ പാറയുടെ ചുറ്റാകെയാണ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ നമുക്ക് സൂര്യാസ്തമയം തണുത്ത കാറ്റുമേറ്റ് സമയം ചിലവിടാൻ പറ്റിയ പാറ തന്നെയാണ് കേട്ടോ ഇത്. അല്പം സാഹസികമായിരുന്നു ഇത് പണ്ടൊക്കെ. എന്നാൽ ഇപ്പോൾ SUT ഹോസ്പിറ്റലൊക്കെ വന്നത് കാരണം അതിൻ്റെ ആ ഏരിയയൊക്കെ ഒന്ന് കൽപ്പടവുകളൊക്കെ കെട്ടി നല്ല രീതിയിൽ നടന്ന് പോകാൻ കഴിയുന്ന രീതിയിൽ നിലം വണ്ടി ഇതിൻ്റെ കറക്റ്റ് നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ വാഹനം കറക്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പിന് മുമ്പ് തന്നെ എത്തും. എന്ന് പറഞ്ഞാൽ SUT പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നാണ് നമുക്കിവിടെ കയറി വരേണ്ടത്. നേരെ നമ്മുടെ SUT ഹോസ്പിറ്റലിന് അകത്തോട്ടുള്ള നമ്മുടെ ആർച്ചിലോട്ട് കയറുക, അത് കൊണ്ടുവന്ന് നമ്മുടെ SUTയുടെ തന്നെ പാർക്കിങ്ങിൽ ഒതുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഒരു കൽപ്പടവ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിങ്കല്ലൊക്കെ ഇട്ട് കെട്ടിയ ഒരു കൽപ്പടവ് കാണാൻ കഴിയും. ആ കൽപ്പടവിലൂടെ കയറി വരികയാണെങ്കിൽ നമ്മൾ നേരെ ഒരു നിരന്ന പാറയിലെത്തും കേട്ടോ. പിന്നെ അതിലെ നമുക്ക് അമ്മാവൻ പാറയിലേക്ക് എത്താൻ വളരെ ദൂരമൊന്നുമില്ല. നമ്മൾ രണ്ട് പാറകൾക്കിടയിലൂടെയാണ് അമ്മാവൻ പാറയിലേക്ക് പോവേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിരന്ന ആ പാറയിലാണ്. നമ്മൾ കയറുമ്പോഴത്തേക്ക് കാണുന്ന പാറയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നെടുമങ്ങാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ എത്തുന്നവർ അമ്മാവൻ പാറയെ സന്ദർശിക്കാതെ പോകരുത് കേട്ടോ. അത് വളരെ നഷ്ടമാവും നിങ്ങൾക്ക്. ഇത്തരം പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ കൂടി വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിയാൽ തിരുവനന്തപുരം ജില്ലയിലെ ഈ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലം വിനോദസഞ്ചാര കേന്ദ്രത്തിന് അതൊരു മുതൽക്കൂട്ടായേക്കാൻ എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ. അതെ, മുതൽക്കൂട്ടായേക്കാൻ അതൊരു അവസരമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നെടുമങ്ങാട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളൊന്നും അറിയാതെ നമ്മളിങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ബ്ലോഗറെന്ന് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ പറയുന്നില്ല. എന്നാലും നമുക്ക് മുമ്പേ പോയി ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ അതുപോലുള്ള ഒരുപാട് ബ്ലോഗർമാരുടെ ഒരു പരിശ്രമം കൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തത് കൊണ്ടാണ്. അതെ, ഇത് രണ്ട് കുഞ്ഞു കുളങ്ങൾ. ഇതൊരു കുഞ്ഞു കുളമാണ്. ഇവിടെ ഇത് വെള്ളം വറ്റുന്നുണ്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് ഞാൻ പോയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. വെള്ളം അതുപോലെ തന്നെ ഉണ്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു ഞാൻ പോയപ്പോഴത്തേക്ക്. അതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മേൽഭാഗത്തേക്ക് പോയി. മേൽഭാഗത്ത് പോയപ്പോഴത്തേക്ക് കണ്ടോ ഇതെന്ന് പറയുന്നത് ചെറിയൊരു ഒരു കാവ് പോലെ ഒരിടത്ത് ചെയ്തു വെച്ചിരിക്കുന്നു. ഈ കാവ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഞാൻ ചുറ്റായ നോക്കി കേട്ടോ. നോക്കിയപ്പോഴത്തേക്ക് നമുക്കവിടെ നിന്ന് കാണാൻ കഴിയും എന്താണ് കടലും ഒരു ഭാഗം കടലായിട്ട് കുറച്ചൊക്കെ കാണാൻ കഴിയും. ഒരു ചെറിയൊരു വ്യൂ പോലെ കിട്ടും. പിന്നെ അതല്ലാതെ നമ്മുടെ SUT ഹോസ്പിറ്റലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ, അതായത് കണ്ടല്ലോ, ഇതൊക്കെ SUTയിലെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ്, ഇതിൻ്റെ പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ അമ്മാവൻപാറയുടെ ചുറ്റാകെയാണ് ഈ കെട്ടിടങ്ങളെല്ലാം നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുൻപോട്ട് നടന്നതിന് ശേഷം ഇതിലെ ഇത് കണ്ടോ, ഇടവഴി കണ്ടോ, ഈ ഇടവഴിയിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത്. ഈ ഇടവഴിയിൽ കൂടെ കയറി നമ്മൾ നേരെ മേളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ക്ഷേത്രം. അത് ക്ഷേത്രം അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മുടെ ശിവൻ്റെ ആ ഒരു എന്താണ് ശിവൻ്റെ എന്താണ് പ്രതിഷ്ഠയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ക്ഷേത്രം കൊള്ളാം കേട്ടോ. ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ മുൻപുള്ള ഇതിലൊന്നും ഇതിലിങ്ങനെ വരച്ചിട്ടൊന്നും ചിത്രം ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നേരത്തെ വന്ന വ്ളോഗറിൻ്റെയോ ഒരു വർഷം മുൻപ് വ്ളോഗറിൻ്റെയോ ആരുടെയോ ഒരു സംഭാവനയാവാം ഈ ക്ഷേത്രത്തിലൊരു പിക്ചേഴ്സൊക്കെ വരച്ച് നല്ല അടിപൊളിയാക്കി ലുക്കിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നൊരു ചിറ്റാകുള്ളൊരു വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ ഉണ്ടെന്നുള്ള അറിയണ്ടേ, എൻ്റെ ശബ്ദം മാത്രം കേട്ടാൽ പോരല്ലോ. അതുകൊണ്ട് ഇങ്ങനെ നിന്ന് ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് ചിറ്റാകെ കാണിച്ചു തരുന്നതാണ് കേട്ടോ, വളരെ സ്ലോയിലി. നിങ്ങൾ നോക്കിയേ, ചുറ്റും പച്ചപ്പ് മാത്രമല്ല, നമ്മൾ ഈ നിൽക്കുന്ന അവിടെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് വളരെ വിഷമം തോന്നിയത് ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും പിന്നെ അല്ലാതെ നമ്മുടെ ബിയർ കുപ്പികളൊക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടിരിക്കുന്നു. അത് ദോഷമല്ലേ, നമ്മുടെ വരുന്ന ആൾക്കാർക്ക് അത് ദോഷമല്ലേ. അപ്പോൾ ഓക്കെ, അത് നമുക്കിനി അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ അടുത്ത സ്ഥലത്ത് പോയപ്പോഴേ അവിടെയും കുറേ പ്ലാസ്റ്റിക് കുപ്പികളായി കിടക്കുന്നു. ഇത് നമ്മുടെ ഹരിതകർമ്മസേനയിലെത്തിയാൽ അവർ ഇത് അറിയുകയാണെങ്കിൽ അവർ കൊണ്ടുപോകുമായിരിക്കും അല്ലേ, അവരറിഞ്ഞിട്ടുണ്ടാവത്തില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു കുളം, അല്ലേ, അടിപൊളി ഒരു കുളം, സെറ്റ് തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ നിരപ്പിൽ വരുമ്പോഴത്തേക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ നടന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ട വ്യൂ ആണിത്. നോക്കിയേ, ഇതിൻ്റെ നമ്മൾ ദൂരോട്ട് നോക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലം കണ്ടായിരുന്നു, ഒരു മലഭാഗം വളരെ നല്ല അടിപൊളിയായിട്ട്. ഞാൻ JCB എന്തോ ഉണ്ടാണെന്നുള്ളൂ കിളച്ചതിന് ശേഷം അവർ ഫ്ലോട്ട് പോലെ നല്ല അടിപൊളിയായിട്ട് കൃഷി ആവശ്യത്തിന് എന്തോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ നമ്മുടെ ഒരു ഉണ്ടപ്പാറ, ഒരു വലിയ നിരന്ന പാറ ഏരിയയ്ക്ക് കയറി. നോക്കിയേ എന്ത് ഭംഗിയുണ്ടോ നോക്കിയേ ഇവിടെ കാണാനൊക്കെ. നമ്മുടെ വേറൊരു ലെവൽ തന്നെയാണ്, ഒരു ഭംഗി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കാറ്റുണ്ടല്ലോ, ഇത് നമ്മുടെ നമുക്ക് അടിച്ച് കയറി വരുന്ന ഒരു വേറെ ലെവലൊരു കാറ്റ് തന്നെയാണ്. നല്ല തണുത്ത അന്തരീക്ഷം. ഏറ്റവും ടോപ്പിൽ നിന്നും നമ്മുടെ ജലം ധാരയായി ഇങ്ങനെ ഒലിച്ചു കൊണ്ടേയിരിക്കുന്നു. സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചവിട്ടി എന്തെങ്കിലും ചെയ്താൽ തെറ്റി അങ്ങ് താഴെ പോകും. താഴെ നല്ല അഗാധമായി. അതെ, സൈഡൊന്നുമില്ല. നിങ്ങൾ കണ്ടല്ലോ, ക്ഷേത്രം കണ്ടല്ലോ. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾക്കൊരു വീഡിയോ എടുത്തു തരാമെന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. ഞങ്ങളുടെ ഈ അമ്മാപാറ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. സൈക്കോ സ്പെഷ്യലിലെ കുഞ്ഞു വീഡിയോ നമുക്ക് അടുത്ത് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.